Hi friends, it's me Priya Hariprasad. Once again, welcome back. Welcome to the world of economics. How do you all doing good? I am doing good here. ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വാട്ടർ ഡയമണ്ട് പാരഡോക്സ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് പാരഡോക്സ് എന്ന ടോപ്പിക് ആണ്. ഓക്കെ, അപ്പം ഇതും റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. എക്സാം ആണ് മാം ഇത് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ മാക്സിമം ഞാൻ എക്സാം ആണെന്ന് പറയുന്നവർക്ക് ഏർലി ആയിട്ട് ചെയ്യുകയും ബാക്കിയുള്ളത് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ എല്ലാം ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം മാക്സിമം എല്ലാവരും വെയിറ്റ് ചെയ്യാം. എൻ്റെ എല്ലാ വീഡിയോസും കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് പാരഡോക്സ്? അപ്പം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആഡം സ്മിത്ത്. നമുക്കറിയാം ആഡം സ്മിത്ത് ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. അദ്ദേഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാരഡോക്സ് ആണ് എന്ത് പറയുന്നത്, വാട്ടർ ഡയമണ്ട് പാരഡോക്സ്. ഓക്കെ, അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ആഡം സ്മിത്ത്. അപ്പൊ ബിഫോർ ദാറ്റ് ഏർലിയർ ടൈംസിൽ നിക്കോളസ് കോപ്പർനിക്കസ് ഒക്കെ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വാട്ടർ ഡയമണ്ട് പാരഡോക്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു മോഡൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി സക്സസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞത് ആഡം സ്മിത്തിന് തന്നെയാണ്. ഓക്കെ തന്നെ. അപ്പൊ അതും അദ്ദേഹത്തിനും കംപ്ലീറ്റ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഏർലിയർ മോഡൽസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആഡം സ്മിത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരണം ആഡം സ്മിത്ത് ആണ്. അദ്ദേഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാരഡോക്സ്, ഒരു തിയറിയാണിത്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് ഞാൻ മെയിൻ ആയിട്ട് ആദ്യം എളുപ്പം പറഞ്ഞുതരാം. അത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ മനസ്സിലാവും. ഇതിനകത്ത് പറയുന്നത് വാട്ടറും ഡയമണ്ടും തമ്മിലുള്ള ആ വാല്യൂ, അവരുടെ വാല്യൂസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഡെയിലി ലൈഫിൽ വാട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്രഷ്യസ്, ഇന്നോവേറ്റബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ്. അല്ലെ, വിത്തൗട്ട് വാട്ടർ വി കാൺട്ട് ലിവ്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അത്ര ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ് എന്തെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ വാട്ടർ ഇവിടെ ചീപ്പാണ്. മനസ്സിലായോ? വാട്ടറുടെ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ചീപ്പാണ്. അതിന് എത്രയും പ്രൈസ് ഉണ്ട് ഇല്ല. പക്ഷെ നേരെ മറിച്ച് അതേ കേസിൽ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു സാധനം എടുക്കും. ആ ഡയമണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ അത് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെ, നമുക്ക് ഇമ്പോർട്ടന്റ് ആണോ അത്രയ്ക്ക് ഡയമണ്ട് എന്ന് പറയുന്നത്? അല്ല. അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ, ആ ഒരു ഭാഗമായിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നതും അത് ഇടുകയും ചെയ്യുന്നത്. അത് വളരെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് പീപ്പിൾ മാത്രമേ അത് ആ കൺസംഷനിലോട്ട് പോവുള്ളൂ. ശരിയല്ലേ? അപ്പം അത്രയും പേർക്ക് അത് യൂസേജ് ഉള്ളൂ. അങ്ങനെ വാങ്ങിക്കുന്നവർക്ക് പോലും അത് എസെൻഷ്യൽ അല്ല ഈ ഡയമണ്ട് എന്ന് പറയുന്നത്. ഒരിക്കലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെ, അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഈ ഡയമണ്ട് എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നിട്ടും ഡയമണ്ടിന്റെ വാല്യൂ ഭയങ്കര ഹൈ ആണ് വെൻ കമ്പയർ ടു ദ വാല്യൂ ഓഫ് വാട്ടർ. വാട്ടറുടെ വാല്യൂ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡയമണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഹൈ ആണെന്ന് വെച്ചാൽ ഡയമണ്ടിന്റെ പ്രൈസ് ഹൈയും വാട്ടറുടെ പ്രൈസ് ലോയും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ വരേണ്ടതെന്നാണ് പറയുന്നത്. ഈ വാട്ടർ ഇത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം, പല തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് വേണം. അല്ലെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഡ്രിങ്ക് അല്ലെ കുടിക്കാനായിട്ട്, അതേപോലെ തന്നെ ക്ലീനിങ്ങിന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ പർപ്പസസിന്. അല്ലെ, നമ്മൾ കുടിക്കുക എന്ന ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും എന്താണ്? അഗ്രികൾച്ചറൽ പർപ്പസസ്. വെള്ളം ഇല്ലെങ്കിൽ കൃഷിയില്ല, കൃഷിയില്ലെങ്കിൽ നമുക്ക് എന്തില്ല? ഫുഡില്ല. അപ്പം ഇങ്ങനെ ഒരു ഇത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വാല്യൂ കുറവും, ഡയമണ്ട് എത്രയും എസെൻഷ്യൽ അല്ലാത്ത എന്താ പറയാ അങ്ങനെ ഒരു കാര്യം അല്ലെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ഒരു സാധനത്തിന്, നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന ഈ ഒരു സാധനത്തിന് ഇത്രയും വാല്യൂ. മനസ്സിലായോ? അപ്പൊ ഈ വാല്യൂസ് തമ്മിലുള്ള ഒരു എന്താ പറയാ ആ ഒരു വിരോധാഭാസം എന്നൊക്കെ പറയാം നമുക്ക്, ഐറണി. അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇതിനകത്ത്, ഈ വാട്ടർ ഡയമണ്ട് പാരഡോക്സിനകത്ത് പറയുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യവുമല്ല. മനസ്സിലായല്ലോ? അപ്പൊ വാട്ടർ ഡയമണ്ട് പാരഡോക്സിൽ പറയുന്നത് വാട്ടറുടെ എന്താ പറയാ ഫീച്ചേഴ്സ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെയിലി ലൈഫിൽ. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വാല്യൂ ഇല്ലതാനും, അതേപോലെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു ഡയമണ്ട് എന്ന് പറയുന്ന ഈ സാധനത്തിന് എന്തുകൊണ്ട് ഇത്രയും വാല്യൂ വന്നു? ശരിയല്ല, ഇത്രയും വില വരാനുള്ള കാരണം എന്താണ്? ഇതാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ആ കമ്പാരിസൺ, അതാണ് ഇവിടെ വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് നമ്മൾ പഠിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? ഇനി നമുക്കൊരു നോർമലി നമുക്ക് റീസൺ പറയാം എന്തുകൊണ്ട് വാട്ടർ ചീപ്പായി, ഡയമണ്ട് എന്താണ് വാല്യൂബിൾ ആയി. വാട്ടർ എന്ന് പറയുന്നത് പ്ലെന്റി ഓഫ് വാട്ടർ ഉണ്ട് നമുക്ക്, അല്ലെ. നമുക്ക് പറയാം മൂന്നില് എന്താ പറയാ നമ്മുടെ 3 ഭാഗവും, നമുക്ക് 4ൽ 3 ഭാഗം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. എന്താണ്? വെള്ളമുണ്ട് നമുക്ക്, അല്ലെ, ചുറ്റും വെള്ളമുണ്ട്.
പക്ഷെ എന്തില്ല, വാട്ടറിന്റെ അവൈലബിലിറ്റി പോലെ എന്തിന്റെ ഡയമണ്ടിന്റെ അവൈലബിലിറ്റി ഇല്ല. ആ ഡയമണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ കാർബണിന്റെ ശുദ്ധമായിട്ടുള്ള രൂപത്തിനെ എത്രയോ ദിവസം പ്രോസസ് ചെയ്തിട്ടാണ് അത് ഡയമണ്ട് ആയി മാറുന്നത്. അപ്പം അങ്ങനെ അതിന്റെ അവൈലബിലിറ്റിയും കുറവാണ്. പിന്നെ ആ ഒരു പ്രോസസ്സ്, അതിനെ ഡയമണ്ട് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ്, ഓക്കെ, പിന്നെ അതിന്റെ ചില പ്രത്യേകതകളും അതിന്റെ ആ തിളക്കം അങ്ങനെയുള്ള പ്രത്യേകതകളും കൊണ്ടാണ് എന്താണ് അതിന് വാല്യൂ വന്നിട്ടുള്ളത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഓർക്കണം കേട്ടോ. അപ്പൊ വാട്ടർ പ്ലെന്റി ആണ്, ദെൻ ഡയമണ്ട് സ്കേഴ്സ് ആണ്. കമ്പയർ ടു വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡയമണ്ട് സ്കേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഈ വാല്യൂല് ഡിഫറൻസ് വന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർക്കണം. അത് നിങ്ങൾ പോയിന്റ് ഔട്ട് എഴുതണം ഈ ഡയമണ്ട് പാരഡോക്സിൽ. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ കോമൺ ആയിട്ട് നമ്മുടെ സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോയിന്റ് വൈസ് നോക്കാം. അപ്പൊ നോക്കിക്കോളൂ, ദ പാരഡോക്സ് ഓഫ് വാല്യൂ ഈസ് ഓൾസോ നോൺ ആസ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ്. പാരഡോക്സ് ഓഫ് വാല്യൂ തന്നെയാണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരുമായി റിലേറ്റ് ചെയ്താണ്? ആഡം സ്മിത്ത്. എന്ന് വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. Okay, then it is a contradiction that although water is one the whole more useful in terms of survival than diamonds command a higher price in the market. എന്താ ഇതിനകത്ത് പറയുന്നത്? കോൺട്രാഡിക്ഷൻ അല്ലെ രണ്ടുപേരും തമ്മിലുള്ള. എന്താണത്? ഓൾദോ വാട്ടർ ഈസ് ഓൺ ദ ഹോൾ മോർ യൂസ്ഫുൾ ആണ്. എല്ലാ രീതിയിലും എല്ലായിടത്തും മോർ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ. Then in terms of survival, പ്രത്യേകിച്ചും അതിജീവനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ, സർവൈവ് ചെയ്യണമെങ്കിൽ വാട്ടർ വേണം അല്ലെ? നമുക്ക് വിതൗട്ട് വാട്ടർ വി കാൺ സർവൈവ്, ശരിയല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ദാൻ ഡയമണ്ട്സ്, ആരെക്കാളും? ഡയമണ്ടിനെക്കാളും. എന്നിട്ടും ഡയമണ്ട്സ് കമാൻഡ് എ ഹയർ പ്രൈസ് ഇൻ ദ മാർക്കറ്റ്. ഡയമണ്ടിന് മാർക്കറ്റിൽ ഹയർ പ്രൈസ് വരുന്നു. ഓക്കെ, ആ കോൺട്രാഡിക്ഷൻ, അതിനെയാണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി വാട്ടർ കമ്മോഡിറ്റി ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ലൈഫ്. നമുക്കറിയാം എസെൻഷ്യൽ, നമ്മുടെ ലൈഫിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ആണ് വാട്ടർ എന്ന് പറയുന്നത്. Then in the paradox of value it is a contradiction that it is cheaper than diamonds. ഇവിടെ എന്താ കോൺട്രാഡിക്ഷൻ, എന്താ പ്രോബ്ലം പറയുന്നത്? ഇത് വാട്ടർ ഈസ് ചീപ്പർ ദാൻ ഡയമണ്ട്സ്. ഡയമണ്ട്സിനേക്കാളും ചീപ്പർ ആണ് വാട്ടർ. എന്നാൽ വാട്ടറിനാണ് യൂസേജ് കൂടുതലും, ഇമ്പോർട്ടൻസ് കൂടുതലും. അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നിലനിന്ന് പോകാൻ പറ്റില്ല എന്നതാണ് അല്ലെ എന്നൊരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്നിരുന്നിട്ടും വാട്ടറിന് വില കുറവും ഡയമണ്ടിന് വില കൂടുതലും. ആ ഒരു കോൺട്രാഡിക്ഷൻ ആണ് ആര് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? ആഡം സ്മിത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നിയ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. മനസ്സിലായല്ലോ? Despite diamonds not having such an importance to life, നമ്മുടെ ലൈഫിൽ ഡയമണ്ട്സിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഡയമണ്ട് ഇല്ലെങ്കിൽ എത്രയും കാലം വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം, ശരിയല്ല? പക്ഷെ വാട്ടർ ഇല്ലെങ്കിൽ അങ്ങനെ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഡയമണ്ട് എന്ന് പറയുന്നത് അവശ്യ സാധനമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു ലിസ്റ്റിൽ വരുന്ന ഒരു സാധനമോ, ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഒരു സാധനമോ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു യൂസേജ് നമുക്കില്ലെന്ന് പറയാം. അത് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ? ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാധനത്തിന് വില കൂടുതൽ വരികയും വാട്ടറിന് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും നമുക്ക് വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ അല്ലെ, കാര്യങ്ങൾക്ക് വേണ്ടി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു വാട്ടറിന് എന്തുകൊണ്ട് പ്രൈസ് കുറയുകയും ചെയ്തു? ആ ഒരു കോൺട്രാഡിക്ഷൻ, ആ ഒരു കൺഫ്യൂഷൻ, അതാണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ടർ, അപ്പൊ അതിന്റെ റീസൺ നമുക്ക് പറയാം. വാട്ടർ ഈസ് പ്ലെന്റി ആൻഡ് ഡയമണ്ട് ഈസ് സ്കേഴ്സ്. വാട്ടർ പ്ലെന്റി ആയിട്ടുണ്ട്, ഡയമണ്ട് എന്താണ്? സ്കേഴ്സ് ആണ്. അതാണ് അതിന്റെ കാരണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രോസസ്സ്, കാർബണിന്റെ ശുദ്ധ രൂപമാണ് അത്. ഇങ്ങനെ അതിനെ ഇങ്ങനെ ചെയ്ത് അതിന്റെ കളർ ഇങ്ങനെയൊന്നും അല്ല. അത് ഒരു പ്രോസസ്സ്, അവരുടെ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ വരുന്നത് വരെയുള്ള ആ ഒരു ഇത് കൊണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാല് അതിന് പ്രൈസ് ഇങ്ങനെ ആവുന്നത്. പ്രൈസ് ഹൈ ആവാനുള്ള കാരണം അത് തന്നെയാണ്. ഓക്കെ, the marginal utility from water is greater than the marginal utility from diamonds. അല്ലെ, നമ്മൾ ഡയമണ്ട്സിൽ നിന്നും കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയെക്കാളും കൂടുതലാണ് എന്തിൽ നിന്നും കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി? വാട്ടറിൽ നിന്നും. അത് എന്തായാലും 100% അല്ലെ. നമുക്കൊരു ഡയമണ്ട് വാങ്ങി നമ്മൾ അണിയുന്നു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെക്കുന്നു, അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു പ്രസ്റ്റീജ് ഇതാണ്, എന്റെ കയ്യിൽ ഡയമണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് ഇട്ടിരിക്കുന്നു ഡയമണ്ട് എന്ന് നമുക്ക് പറയാമെന്നല്ലാതെ വാട്ടറിൽ നിന്നും കിട്ടുന്ന എന്ത് കിട്ടില്ല? മാർജിനൽ യൂട്ടിലിറ്റി കിട്ടില്ല അല്ലെ. നമ്മൾ വളരെ അധികം തേഴ്സ്റ്റ് ആയിട്ട് അല്ലെ, വാട്ടർ ദാഹിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറെ സമയം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടാതെ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ വാല്യൂ അറിയാം, വാട്ടറിന്റെ. ആ ഒരു യൂട്ടിലിറ്റി നമുക്ക് എന്തിന് കിട്ടുമോ? ഡയമണ്ടിന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ പർപ്പസസിൽ വാട്ടറിന്റെ ആവശ്യം, അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് 100% ഇതിനകത്ത് നമ്മൾ എഴുതാം. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം കേട്ടോ. അഗ്രികൾച്ചറൽ പർപ്പസ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് വരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണ്. ആ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഒരു ദിവസം പോലും വെള്ളമില്ലാതെ അല്ലെ, വാട്ടർ വിത്തൗട്ട് വാട്ടർ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല.
അപ്പം അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താണ്, സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അത്രയധികം വലുതാണ്. ശരിയല്ലേ? അപ്പൊ എപ്പോഴും വാട്ടറുടെ മാർജിൻ യൂട്ടിലിറ്റി ഹൈയും ആണ്, ഡയമണ്ടിന്റെ മാർജിൻ യൂട്ടിലിറ്റി ലോ തന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ബോക്സിലൂടെ അത് പഠിക്കാം. ഓക്കെ, ഇവിടെ കൺസംഷൻ ആണ്, കൺസംഷൻ ഓഫ് വാട്ടർ ആൻഡ് അതേപോലെ തന്നെ ഈ ബോക്സിനകത്ത് കൺസംഷൻ ഓഫ് വാട്ടർ ആൻഡ് വാട്ട് ഈസ് ഡയമണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വാട്ടറും ഡയമണ്ട്സും ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും അങ്ങനെയല്ല, ഒരു ബോക്സ് ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് ഡയഗ്രാം വരുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് അതേപോലെ തന്നെ താഴെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കർവ്. ഓക്കെ, രണ്ട് കർവ്സ് വരുന്നുണ്ട്. അതിൽ ഈ ഫസ്റ്റ് കർവ് എന്താണ്, മാർജിൻ യൂട്ടിലിറ്റി ഓഫ് വാട്ടറും സെക്കൻഡ് കർവ് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ഡയമണ്ടും. വെരി സിമ്പിൾ ആണ്. എന്താന്ന് വെച്ചാൽ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതോറും ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി കൂടിയിരിക്കുകയാണ്, കൂടുതലാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാ വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, അല്ല നമ്മൾ സാധാരണ ഡയഗ്രാം പോലെ അവിടെ നിന്ന് അങ്ങോട്ടേക്കല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വാട്ടറിന്റെ മാർജിൻ യൂട്ടിലിറ്റി നോക്കൂ, ഹൈ ആണ്. മനസ്സിലായോ? അതായത് ഓരോ യൂണിറ്റ് കൂടുതൽ ഉപയോഗിക്കും തോറും നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂടുക ചെയ്യുള്ളൂ. വാട്ടറിൽ ഒരിക്കലും വാട്ടറിൽ നിന്നുള്ള സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. ശരിയല്ലേ? അതേപോലെ ഡയമണ്ടിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചില ഈ പ്രസ്റ്റീജ് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് അവർ കൂടുന്തോറും എന്താണ്, സാറ്റിസ്ഫാക്ഷൻ കൂടുമായിരിക്കും. പക്ഷെ ഒരിക്കലും വാട്ടറുടെ അത്രയും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. മനസ്സിലായോ? വാട്ടറുടെ അത്രയും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്തിനില്ല, ഡയമണ്ടിനില്ല. അപ്പൊ ഡയമണ്ടിന്റെ മാർജിനൽ യൂട്ടിലിറ്റി നോക്കൂ, 300 ആണ് മാക്സിമം. ഇവിടെയാണെങ്കിൽ 500 എബോവ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എബോവ് 500 അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, അല്ല ഒരുപാടുണ്ട് അതിന്. ഓക്കെ, എങ്കിലും പക്ഷെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിനേക്കാളും എന്ത് യൂട്ടിലിറ്റി കൂടുതലാണ്, മാർജിൻ യൂട്ടിലിറ്റി ആർക്ക് കൂടുതലാണ്, വാട്ടറിന് കൂടുതലാണ്. അല്ലെ? അപ്പം അതാണ് ഈ ഡയഗ്രത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇത് വരും. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി ഇത്രയും ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് മാർജിൻ യൂട്ടിലിറ്റി, വാട്ടറിന് മാർജിൻ യൂട്ടിലിറ്റി കൂടുതലാണ്. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ഡയമണ്ട്. ഇതാണ് ഈ ഡയഗ്രാം ഡയമണ്ടിന്റെയും ഈ ഡയഗ്രാം എന്താണ്, വാട്ടറിന്റെയും ആണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഈ ബോക്സിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതാം കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം. At low levels of consumption, water has a much higher margin utility than diamonds. ഇങ്ങനെയും പറയാം, ഈ ഡയഗ്രാം തിരിച്ചും പറയാം. ഏറ്റവും കുറവ് എന്താ പറയാ, മാർജിൻ വാട്ടർ ഉപയോഗിച്ചാലും മാർജിൻ യൂട്ടിലിറ്റി ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ and thus it more valuable. People usually consume water at much higher levels than they do diamonds, and thus margin utility and price of water are lower than diamonds. നോക്കൂ, നമ്മള് ഇപ്പം വാട്ടർ കുറച്ച് ഉപയോഗിച്ചാലും അതിൽ നിന്നും കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റി കൂടുതലാണ്. പക്ഷെ ഡയമണ്ട് എത്ര കൂടുതൽ ഉപയോഗിച്ചാലും അതിൽ നിന്നും കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റി എന്തിനേക്കാളും കുറവ് തന്നെയായിരിക്കും, വാട്ടറിൽ നിന്നും കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റിയേക്കാളും കുറവായിരിക്കും. അതെ, പക്ഷേ മാർജിനൽ യൂട്ടിലിറ്റി കൂടുതലായിട്ട് പോലും വാട്ടറുടെ പ്രൈസ് എന്തിനേക്കാളും കുറവാണ്, ഡയമണ്ടിനേക്കാളും കുറവാണ്. അല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് ലെവൽ ഓഫ് മാർജിൻ, കുറച്ച് എന്ത് യൂസ് ചെയ്താല്, വാട്ടർ ഉപയോഗിച്ചാലും മാർജിൻ യൂട്ടിലിറ്റി കൂടുതൽ കിട്ടും ഡയമണ്ടിനേക്കാളും. പക്ഷേ പ്രൈസ് എന്തിനാണ് കൂടുതൽ, ഡയമണ്ടിനാണ് കൂടുതൽ. അതാണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സിനകത്ത് പറഞ്ഞത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. വാട്ടറും ഡയമണ്ടും തമ്മിലുള്ള. അപ്പൊ എന്നിട്ട് ഈ ആഡം സ്മിത്ത് ഒരു പിക്ചർ ഒക്കെ കൊടുക്കും. എന്നിട്ട് ഒരു നല്ല ഷൈനി ആയിട്ടുള്ള പേപ്പേഴ്സിനകത്ത് ഇങ്ങനെ വാട്ടറിന്റെ ഡ്രോപ്ലെറ്റ്സ് എന്ന് വെച്ചാൽ വാട്ടറിന്റെ ജലത്തിന്റെ തുള്ളികൾ ഇങ്ങനെ കാണിച്ചിട്ട് അതിങ്ങനെ തിളങ്ങുന്ന പോലെ എന്ന് വെച്ചാൽ അതും ശരിക്കും എന്തിന്, ഡയമണ്ടിനെ പോലെ എന്ത് തന്നെയാണ്, തിളക്കമുണ്ടെന്ന് വരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിക്ചറിൽ എങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഡയമണ്ടിനെ പോലെ എന്താണ്, തിളക്കമുണ്ട്. ശരിയല്ലേ? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ സൺലൈറ്റിൽ റേസ് പതിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, അത് ഷൈൻ ചെയ്യും. ലൈക്ക് ഡയമണ്ട് ഓൺലി, ഇല്ലേ? ഡയമണ്ടിനെ പോലെ തന്നെ ഷൈൻ ചെയ്യും. അപ്പൊ അത്രയ്ക്കും വാല്യൂബിൾ ആയിട്ടുള്ള കാര്യമാണ് വാട്ടർ എന്നാണ് ആര് പറയുന്നത്, ആഡം സ്മിത്ത് പറഞ്ഞത്. എന്നിട്ടും അതിന് വാല്യൂ കുറവാണ്. അത് ചെറിയ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ യൂട്ടിലിറ്റി എന്താണെന്ന് പറയുന്നത്, കൂടുതലാണെന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അതിന്റെ ലെവൽ ഓഫ് കൺസംഷൻ കൂടിയാലും അതിന്റെ ലെവൽ ഓഫ് കൺസംഷൻ കുറഞ്ഞാലും, എങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും അതിന് മാർജിൻ യൂട്ടിലിറ്റി ആരെക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ആരെക്കാളും, ഡയമണ്ടിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഡയമണ്ടിന് അത് എന്തുകൊണ്ടും വാട്ടറിനേക്കാളും കുറവാണ് യൂട്ടിലിറ്റി. എന്നിട്ട് പക്ഷെ അതിന്റെ പ്രൈസ് ഹൈ ആണ്. ഈ ഒരു കോൺട്രാഡിക്ഷൻ, ഈ ഒരു കൺഫ്യൂഷൻ, ഇതിനെയാണ് വാട്ടർ ഡയമണ്ട് പാരഡോക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ കൺക്ലൂഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതാം അല്ലെ. അറ്റ് ലോ ലെവൽസ് ഓഫ് കൺസംഷൻ വാട്ടർ ഹാസ് എ മച്ച് ഹയർ മാർജിൻ യൂട്ടിലിറ്റി. ലോ ലെവൽ ഓഫ് കൺസംഷൻ ആണെങ്കിലും ഹൈ ലെവൽ ഓഫ് യൂട്ടിലിറ്റി കിട്ടും ഡയമണ്ട്സിനേക്കാളും.
പക്ഷേ ഡയമണ്ട്സിന് എന്താണ്, അപ്പൊ മോർ ലെവൽ ഓഫ് ഡയമണ്ട് ഉപയോഗിക്കുമ്പോഴേ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. എന്നാലും എന്താ സംഭവിക്കുന്നത്, പ്രൈസ് വാട്ടറിന് കുറവും ഡയമണ്ടിന് കൂടുതലും. ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായല്ലോ? അപ്പൊ 2-3 പ്രാവശ്യം ഒന്ന് കേൾക്കുക, തന്നെ എഴുതാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതാനും കഴിയും. നോട്ട്സ് വേണമെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. Try to follow my channel, try to support my channel. Thank you, thanks a lot, take care, bye.